രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പതിവ് പോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിലും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, വാട്ട് ഈസ് ദ പാസീവ് ഫോം ഓഫ് പീപ്പിൾ എലക്റ്റഡ് ഹിം ലീഡർ? അത് പീപ്പിൾ എലക്റ്റഡ് ഹിം ലീഡർ എന്ന് പറയുന്ന ഈ സെന്റൻസിന്റെ പാസീവ് വോയിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അതേപോലെ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് ആണ്, അതിനെ എന്ത് ചെയ്യണം? പാസീവ് വോയിസിലേക്ക് മാറ്റുക. ആക്റ്റീവ് വോയിസ് എന്ന് വെച്ചാൽ എന്താണ്? സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതിന് നമ്മൾ ആക്റ്റീവ് വോയിസ്. ഇവിടെ പീപ്പിൾ എന്ന് പറയുന്ന ഇവിടുത്തെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സെൻസ് പറയുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ ഇത് സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ആ സബ്ജക്റ്റിൽ തുടങ്ങുകയോ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുകയോ ചെയ്യുന്ന വോയിസിനെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും പാസീവ് വോയിസ്? ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ തുടങ്ങുകയോ ചെയ്യുന്ന സെന്റൻസിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ഒബ്ജക്റ്റിൽ തുടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പീപ്പിൾ ആണ്, എലക്റ്റഡ് വെർബാണ്, ഒബ്ജക്റ്റ് എന്താണ്? ഹിം ആണ്. ഇതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ തുടങ്ങണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹിം ഇനി ആദ്യം വരുമ്പോൾ എന്തായി മാറും? ഹി എന്നായി മാറും. ഓക്കെ, ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം കൊണ്ടുവരുമ്പോൾ എന്തായി മാറും? ഹി എന്ന് പറയുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ഹീയിൽ തുടങ്ങണം. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ഹീയിൽ തുടങ്ങിയിരിക്കുന്ന ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതെല്ലാം ഹി നമ്മളാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വെർബിനെ കണ്ടെത്തുക. ഇവിടുത്തെ വെർബ് എന്താ? എലക്റ്റഡ് ആണ്. എലക്റ്റഡ് എന്ന് പറയുമ്പോൾ ആ എലക്റ്റിന്റെ കൂടെ എന്ത് ചേർന്നിട്ടുണ്ട്? ഡിഡ് ചേർന്നിട്ടുണ്ട്, അല്ലേ? ഡിഡ് പ്ലസ് എന്താണ്? എലക്റ്റ് ആണ്, എലക്റ്റഡ്, അല്ലേ? ഡിഡ് പ്ലസ് എലക്റ്റ് ആണെന്ത്? എലക്റ്റഡ് എന്ന് പറയുന്നത്. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്താകും? ഈ ഡിഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ പാസീവ് വോയിസിന്റെ സെന്റൻസിലെ യഥാർത്ഥ ഘടന എന്താ? ഒരു പൊതുവായിട്ടുള്ള ഘടന എങ്ങനെയാണ്? വെർബിന്റെ ബി ഫോംസ് പ്ലസ് V3 എന്നാണ്. പാസീവ് വോയിസിൽ എഴുതേണ്ട സെന്റൻസിന്റെ വെർബിന്റെ യഥാർത്ഥ ഘടന എങ്ങനെയായിരിക്കണം? ബി ഫോംസ് പ്ലസ് V3 എന്നുവെച്ചാൽ ബിയുടെ രൂപങ്ങൾ പിന്നെ അതിനുശേഷം V3 എന്ന് വരണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇത് ഡിഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പം ഇവിടെ വരുമ്പോൾ ബിയുടെ രൂപത്തിലേക്ക് മാറ്റണം. അപ്പം ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് എഴുതേണ്ടത്. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ഏതാ? വാസ് അല്ലെങ്കിൽ വേറാണ് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം. ഇവിടെ ഹി വന്നുകൊണ്ട് അത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്തെഴുതും? വാസ് എന്ന് എഴുതും. എന്തെഴുതും? വാസ് എന്നായി. അതിനുശേഷം ഈ എലക്ട് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോം, എലക്ട് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോം എന്ത് തന്നെയാണ്? എലക്റ്റഡ് തന്നെയാണ്. എന്താണ്? എലക്റ്റഡ് തന്നെയാണ് V3 ഫോം. അപ്പൊ വാസ് എലക്റ്റഡ് എന്ന് വരും. ഓക്കെ, ഡിഡ് പ്ലസ് എലക്ട്, എലക്റ്റഡ് എന്നുള്ളത് എന്തായി മാറും? വാസ് എലക്റ്റഡ് എന്നായി മാറും. വാസ് എലക്റ്റഡോ അല്ലെങ്കിൽ വേർ എലക്റ്റഡ് എന്നോ ആയി മാറും. ഇവിടെ ഹി ആയതുകൊണ്ട് വാസ് എലക്റ്റഡ് എന്ന് വരണം. അങ്ങനെ വാസ് എലക്റ്റഡ് വന്നിരിക്കുന്ന സെന്റൻസ് ഏതാണെന്ന് നോക്കുമ്പോൾ ഇവിടെ ഈസ് എലക്റ്റഡ് ആണ്, അത് വേണ്ട. ഇവിടെ നോക്കുമ്പോൾ വാസ് എലക്റ്റഡ്, ഇവിടെ വാസ് എലക്റ്റഡ് എന്ന് വന്നു. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മൾ പകുതിയോളം ശരിയായി. ഹി വാസ് എലക്റ്റഡ്. ഇനി എന്താ? നമ്മൾ ബാക്കി എഴുതിയാൽ മതി. ഹി വാസ് എലക്റ്റഡ്. ഇനി എന്താ? ലീഡർ. ഹി വാസ് എലക്റ്റഡ് ലീഡർ. പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ് ആണ്. ബൈ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് ആയിരുന്നു പീപ്പിൾ ആയിരുന്നല്ലോ, അപ്പൊ ബൈ പീപ്പിൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഈ പറയുന്ന ഹി വാസ് എലക്റ്റഡ് ലീഡർ ബൈ പീപ്പിൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, ദ പ്രിസണർ ബെഗ്ഡ് ഡാഷ് മേഴ്സി. അപ്പൊ ഇതെന്താണ്? പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബെഗ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വരേണ്ട പ്രിപ്പോസിഷൻ ഏതായിരിക്കണം? ഫോർ ആയിരിക്കണം. ഫോർ. അപ്പൊ അങ്ങനെ വരും, ദ പ്രിസണർ ബെഗ്ഡ് ഫോർ മേഴ്സി എന്നാണ് ഇവിടെ ആൻസർ ആയി വരിക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വെൻ ഡാഷ് യു യൂഷ്വലി ഹാവ് ടീ? ഡു വരുമോ
ഡസ് വരുമോ, ഡിഡ് വരുമോ, ആർ വരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആർ വരത്തില്ല. കാരണം ആർ വന്നു കഴിഞ്ഞാൽ ആർ എന്ന് വെച്ചാൽ ബിയുടെ രൂപങ്ങളാണല്ലോ. ബിയുടെ രൂപമാണ് ആർ. അങ്ങനെ ബിയുടെ രൂപം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനുശേഷം എന്ത് വരണം? V3 വരണം. വെർബ് എങ്ങനെയുള്ളതായിരിക്കണം? V3 ഫോമുള്ള വെർബായിരിക്കണം, അല്ലെങ്കിൽ ING ഫോമുള്ള വെർബായിരിക്കണം. എന്ത് വന്നാലാ? ബിയുടെ രൂപങ്ങൾ വന്നാൽ. ഇവിടെ ബിയുടെ രൂപം എന്ന് പറയുമ്പോൾ ഇവിടെ ആറാണ്. അങ്ങനെ ആറ് ആയിരുന്നു ഇവിടെ വരേണ്ടതെങ്കിൽ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് ഏതാണ്? ഹാവ് ആണ്. ഓക്കെ, ഈ ഹാവ് ഒന്നുകിൽ V3 ഫോം വരണം, അതായത് ഹാഡ് എന്ന് വരണം, അല്ലെങ്കിൽ വെർബ് പ്ലസ് ING ഹാവിങ് എന്ന് വരണം. അങ്ങനെ അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഹാവ് എന്ന് പറയുന്നത് യഥാർത്ഥ രൂപത്തിൽ വന്നിരിക്കുക, V1 ഫോമിൽ തന്നെ നിൽക്കുക. അങ്ങനെ V1 ഫോമിൽ വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ വരേണ്ട സഹായക്രിയകൾ എന്തായിരിക്കണം? ഒന്നുകിൽ ഡു ആയിരിക്കണം, അല്ലെങ്കിൽ ഡസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കണം. അപ്പം നമ്മുടെ ആ രീതി വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് ഏതൊക്കെ വരാം? ഒന്നുകിൽ ഡു വരാം, അല്ലെങ്കിൽ ഡസ് വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ ഏത് ആണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് തരുമ്പോൾ ഈ ഓപ്ഷന്റെ പ്രത്യേകത എന്താണ്? ഡൂവും ഡസും പ്രസന്റ് ടെൻസും, ഡിഡ് എന്താണ്? പാസ്റ്റ് ടെൻസുമാണ്. ഓക്കെ, ഡിഡ് പാസ്റ്റ് ടെൻസുമാണ്. അപ്പൊ ഇതില് ഇപ്പൊ ഡൂവും ഡസും പ്രസന്റ് ആണ്. ഇത് രണ്ടും ഒരേ ടെൻസ് ആണ്. ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം ഇനി ഇത് ഏത് ടെൻസ് ഇവിടെ വരും? പ്രസന്റ് വരണമോ പാസ്റ്റ് വരണമോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? തന്നിരിക്കുന്ന സെന്റൻസിലെ ടൈമിംഗ് വേർഡിനെ ആശ്രയിച്ച. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിലെ ടൈമിംഗ് വേർഡ് ഉണ്ട്. ഏത്? യൂഷ്വലി എന്ന് പറയുന്ന സംഭവം. യൂഷ്വലി. ഈ യൂഷ്വലി എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് ഏത് ടെൻസിന്റെ ടൈമിംഗ് വേർഡാ? സിമ്പിൾ പ്രസന്റിന്റെ ടൈമിംഗ് വേർഡ്. സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്ന സഹായക്രിയകളാണ് ഏതൊക്കെ? ഡൂവും ഡസും. ഡിഡ് ഇവിടെ വരില്ല. അപ്പൊ ഡിഡിനെ നമ്മൾ വെട്ടി. ഡിഡിനെ നമ്മൾ വെട്ടാൻ കാരണം എന്താ? എന്തിനെ ആശ്രയിച്ച? ഈ തന്നിരിക്കുന്ന സെന്റൻസിലെ ടൈമിംഗ് വേർഡിനെ നോക്കിയപ്പോൾ അത് ഡിഡ് എന്ന് പറയുന്ന സഹായക്രിയക്ക് ചേരുന്ന ടൈമിംഗ് വേർഡ് അല്ല. എന്നാൽ ഈ യൂഷ്വലി എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് എന്തിനെ ചേരുന്ന ടൈമിംഗ് വേർഡാണ്? ഡു ഡസ്. ഡൂവും ഡസും ഏത് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്? സിമ്പിൾ പ്രസന്റിന്റെ ടൈമിംഗ് വേർഡ്. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ് യൂഷ്വലി. അപ്പൊ അങ്ങനെ ഇവിടെ വരാൻ സാധ്യതയുള്ള സഹായക്രിയകൾ ഇനി ഡു അല്ലെങ്കിൽ ഡസ് ആണ്. ഇതിൽ ഏത് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിന് എന്തിനെ ആശ്രയിച്ചാണ്? ഇവിടെ ഡു ആണോ ഡസ് ആണോ വരുന്നത് എന്തിനെ ആശ്രയിച്ചായിരിക്കണം? സബ്ജക്റ്റിനെ ആശ്രയിച്ചായിരിക്കണം. കാരണം സബ്ജക്റ്റിനെ ആശ്രയിച്ചാണല്ലോ നമ്മൾ സഹായക്രിയകൾ എഴുതുന്നത്. ഈ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് ഏതാ? യു ആണ്. യു എന്ന് പറയുന്നത് എപ്പോഴും എന്തോ ആയിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന സഹായക്രിയയിൽ പ്ലൂറൽ ആയിട്ടുള്ള സഹായക്രിയകളാണ് ഇവിടെ വരേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡു പ്ലൂറലും ഡസ് സിംഗുലറുമാണ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് പ്ലൂറലായ സ്ഥിതിക്ക് ഇനി ഇവിടെ വരാൻ സാധ്യതയുള്ള സഹായക്രിയ ഇതിൽ ഏതാണ്? ഡു ആണ്. എന്താണ്? ഡു. അങ്ങനെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഡു ആയിരിക്കും. അപ്പൊ അങ്ങനെ വരും, വെൻ ഡു യു യൂഷ്വലി ഹാവ് ടീ എന്നായിരിക്കും വരിക. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ടൈം ആൻഡ് ടൈഡ് ഡാഷ് ഫോർ നോ മാൻ. ഇതെന്ന് പറയുന്നത് എന്താണ്? കോൺകോർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പൊ ടൈം ആൻഡ് ടൈഡ് ആൻഡ് വന്നതുകൊണ്ട് പലരും എന്ത് ചെയ്യും? പ്ലൂറലായി ധരിച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് എന്ന് എഴുതി വെക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടൈം ആൻഡ് ടൈഡ് രണ്ടായിട്ട് തോന്നുന്നെങ്കിലും അതിനെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ സിംഗിൾ യൂണിറ്റ് ആയിട്ട് കാണുമ്പോൾ അത് സിംഗുലർ ആണ്. അങ്ങനെ സിംഗുലർ ആകുമ്പോൾ സിംഗുലർ ഫോമിലുള്ള വെർബ്സ് ആയിരിക്കണം വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ സിംഗുലർ ഫോമായിട്ട് വെയിറ്റ്സും ഉണ്ട്, ഈസ് വെയിറ്റിങ്ങും ഉണ്ട്. ഈസ് സിംഗുലർ ആണല്ലോ. ഇനി വെയിറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇനി വെയിറ്റ്സ് വരുമോ ഈസ് വെയിറ്റിംഗ് വരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ പറയുന്ന കാര്യം എന്താണ്? ഒരു ഫാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൂവേബാണ്. ഇപ്പൊ പ്രൂവേബ് അല്ലെങ്കിൽ ഫാക്ട്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഏ ടെൻസിലേ പറയാവൂ? സിമ്പിൾ പ്രസന്റ് ടെൻസിലേ പറയാവൂ. അപ്പൊ ഈ തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷനിൽ ഏതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്? ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതോ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്കിവിടെ സിമ്പിൾ പ്രസന്റേ വരാവൂ. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഏതായിരിക്കും?
ഈ വെയ്റ്റ്സ് എന്ന് പറയുന്ന സംഭവമായിരിക്കും നമ്മുടെ ആൻസറായി വരിക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വെയ്റ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ വരും ടൈം ആൻഡ് ടൈറ്റ് വെയ്റ്റ്സ് ഫോർ നോ മാൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐ ഹാവിൻ സീൻ യു ഡാഷ് ഐ ലെഫ്റ്റ് സ്കൂൾ. അപ്പം ഇവിടെ എന്ത് വരും? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സ്കൂളിൽ നിന്ന് പോയതിനു ശേഷം, സ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കൺസെഷൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കുക, ഐക്ക് ശേഷം എന്താ വന്നിരിക്കുന്നത്? ഹാവിൻ സീൻ എന്നാണ് വന്നിരിക്കുന്നത്. ഹാവിൻ സീൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഈ ഡാഷിന് ശേഷം വന്നിരിക്കുന്നത് ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് എന്ന് വെച്ചാൽ എന്ത്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ശേഷം എന്നൊരർത്ഥമാണ് വരേണ്ടത്, അല്ലെങ്കിൽ മുതൽ ശേഷം എന്നൊരർത്ഥമാണ് ഇവിടെ വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ മുതൽ അല്ലെങ്കിൽ ശേഷം എന്നർത്ഥം വരുന്നത് ഇവിടെ രണ്ടെണ്ണത്തിനേ ഉള്ളൂ. ഏതൊക്കെയാ? ഫ്രമ്മും സിൻസും. ഏതൊക്കെയാ? ഫ്രമ്മിനും സിൻസിനും. ഫ്രം എന്ന് വെച്ചാൽ എന്താ? മുതൽ. സിൻസ് എന്ന് വെച്ചാൽ മുതൽ എന്നർത്ഥമുണ്ട്, പിന്നെ ശേഷം എന്നൊരർത്ഥമുണ്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ സ്കൂൾ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ ഇവിടെ ശേഷം എന്നൊരർത്ഥമാണ് വരേണ്ടത്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ സാധ്യത ഫ്രമ്മിനും സിൻസിനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് എഴുതും. നമ്മൾ പറഞ്ഞു ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു ഈ സെന്റൻസ് തുടക്കത്തിൽ. അങ്ങനെ ഇത്തരത്തിൽ വരികയാണെങ്കിൽ എങ്ങനെ? തുടക്കത്തിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരികയും ഡാഷിന് ശേഷം സിമ്പിൾ പാസ്റ്റ് വരികയും ഒപ്പോൾ ഈ ഡാഷിന്റെ ഭാഗത്ത് ശേഷം മുതൽ എന്നൊരർത്ഥമാണ് വരേണ്ടതെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏതേ ഉപയോഗിക്കാവൂ? സിൻസേ ഉപയോഗിക്കാവൂ. ഇതാണ് സിൻസ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഐ ഹാവിൻറ്റ് സീൻ യു സിൻസ് ഐ ലെഫ്റ്റ് സ്കൂൾ എന്നാണ് വരിക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സിൻസ് ആണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ് എ സൂപ്പർ പവർ. അപ്പൊ ഇതും കോൺകോർഡുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് കാണുമ്പോൾ നമുക്ക് അതിനെ പ്ലൂറലായിട്ട് തോന്നും. എന്നാൽ ഇതൊരു പ്ലൂറലാണോ? ഇതെന്താണ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? ഒരു കൺട്രിയുടെ പേരാണ്, രാജ്യത്തിന്റെ പേരാണ്. അപ്പൊ ഇതൊരു രാജ്യമാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്തായിട്ടേ കാണാവൂ? സിംഗുലറായിട്ടേ കാണാവൂ. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള സംഭവം ഇവിടെ വരാവൂ. ഇവിടെ തന്നിരിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള ഏതാണ്? ഈസ് ആണ്. അപ്പം ഈസ് ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് എ സൂപ്പർ പവർ എന്നാണ് കറക്റ്റ് ആൻസർ. എൻ്റെ പേര് അനന്തകൃഷ്ണൻ എന്നാണ്. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയാണ് എൻ്റെ സ്വദേശം. ഒരു ഫ്രണ്ട് വഴി ആണ് രഞ്ജിത് സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി അറിയുന്നത്. 6 മാസത്തെ കോഴ്സാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കും ഈ ക്ലാസ് കാണുന്ന ഒരാൾക്കും ഏതൊരാൾക്കും അത് നല്ല രീതിയിൽ ലഭിക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ PSCക്ക് മാത്രമല്ല, ഇംഗ്ലീഷ് നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ ഒരു ആവശ്യമായ ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നന്നായി സംസാരിക്കുവാനും എഴുതുവാനും ഈ ക്ലാസ് കൊണ്ട് കഴിയും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സാറിൻ്റെ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പ്രവേശിക്കാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐ ആം പെയിൽ ഡാഷ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ്? ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുക, ആ സെന്റൻസിൽ സഹായക്രിയ ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ ആമാണ് സഹായക്രിയ. നമ്മൾ ആം ആദ്യം എടുത്തെഴുതുന്നു. എന്നിട്ട് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഇത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ആമിന്റെ കൂടെ ഇൻറ്റ് ചേർക്കുന്നു. അപ്പൊ ആമിൻറ്റ് ഐ. നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ആമിൻറ്റ് ഐ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ ഇനി പോരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആമിൻറ്റ് ഐ എന്ന് പറയും, പക്ഷെ ക്വസ്റ്റ്യൻ ടാഗിൽ പറയുമ്പോൾ നമ്മൾ അങ്ങനെ എങ്ങനെ പറയാവൂ? ആറിൻറ്റ് ഐ എന്നേ പറയാവൂ. എങ്ങനെ പറയാവൂ? ആറിൻറ്റ് ഐ. അപ്പൊ അയാം എന്നുള്ളതിനെ ക്വസ്റ്റ്യൻ ടാഗ് ആക്കുമ്പോൾ ആറിൻറ്റ് ഐ എന്ന രീതിയിൽ വരുത്തണം. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഈ പറയുന്ന ആറിൻറ്റ് ഐ എന്നാണ്. ഇതാണ് ആറിൻറ്റ് ഐ. ഇനി അടുത്ത് നോക്കുക. ഹീസ് ടു ടയേർഡ് ഡാഷ് വാക്ക്. ഇവിടെ ടു വാക്കാണോ അതോ നോട്ട് ടു വാക്കാണോ? ഹി വിൽ നോട്ട് വാക്ക് എന്നാണോ? ഹി കനോട്ട് വാക്ക് എന്നാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ടു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് വരേണ്ടത് ഏതായിരിക്കണം? ഈ ടു ആയിരിക്കണം. ടു എന്ന് പറയുന്ന കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ടു എന്ന് പറയുന്ന സ്ട്രക്ചർ, അത് അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നെഗറ്റീവ് സെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നോട്ട് വേണ്ട. ഓക്കെ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസറായി വരിക എന്തായിരിക്കും? ഈ 2 എന്നുള്ള സംഭവമായിരിക്കും ആൻസറായി വരിക. 2 എന്നുള്ള രീതി. ഈ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വരും ഹീസ് ടു ടയർഡ് ടു വാക്ക് എന്നാണ് വരേണ്ടത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുക. ഇതെന്താണ്? സ്പോട്ട് ദ എററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് ഇവിടെ നോക്കുക? ഇവിടെ തെറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, അറ്റ് വാട്ട് ടൈം യു വിൽ കം ബാക്ക് ഫ്രം ഓഫീസ്. ഈ ഒരു സെൻറ്റൻസ് ഒറ്റയടിക്ക് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തെറ്റൊന്നും ഫീൽ ചെയ്യത്തില്ല. കാരണം സ്പോക്കൺ ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പോൾ ഇത് തെറ്റൊന്നും ഇല്ല ഇതിനകത്ത്. എന്നാൽ ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ ഇതിനകത്തൊരു തെറ്റുണ്ട്. ഇതെന്താണ്? ആക്ച്വലി ഒരു ചോദ്യമാണ്. അറ്റ് വാട്ട് ടൈം യു വിൽ കം ബാക്ക് ഫ്രം ഓഫീസ്. നിങ്ങൾ എപ്പോഴാണ്, ഏത് സമയത്ത് നിങ്ങൾ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തും എന്നുള്ള ഒരു ചോദ്യമാണ്. ചോദ്യവാക്യം. ചോദ്യവാക്യത്തിന്റെ പൊതുവായിട്ടുള്ള ഘടന എങ്ങനെയാണ്? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വരണം, പിന്നെ അത് ചോദ്യവാക്യം വരണം, പിന്നെ എന്ത് വരണം? സഹായക്രിയ വരണം, ഓക്സിലറി വെർബ്സ് വരണം. അതിനുശേഷം എന്ത് വരണം? സബ്ജക്റ്റ് വരണം. അതിനുശേഷം യഥാർത്ഥ വെർബ് വരണം, പിന്നെ ബാലൻസ്, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അത്, പിന്നെ ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഈ തരത്തിലാണോ ഇത് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കുമ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? അറ്റ് വാട്ട് ടൈം ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡായിട്ട് നമുക്ക് എടുക്കുക. അപ്പം ക്വസ്റ്റ്യൻ വേർഡ് വന്നു. പിന്നെ എന്താ വരാവൂ? സഹായക്രിയ വരാവും. അതിനുശേഷമേ സബ്ജക്റ്റ് വരാവും. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സബ്ജക്റ്റ് ആണ് ആദ്യം വന്നിരിക്കുന്നത്, പിന്നീടാണ് സഹായക്രിയ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വരാൻ പാടില്ല. അപ്പം ഈ സെന്റൻസിൽ തെറ്റെന്ന് പറയുന്ന ഏത് ഭാഗമാണ്? തന്റെ ഈ ഭാഗമാണ്. യു വില്ലിന് പകരം എങ്ങനെ വരാവൂ? വിൽ യു എന്നേ വരാവൂ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അറ്റ് വാട്ട് ടൈം വിൽ യു കം ബാക്ക് ഫ്രം ഓഫീസ് എന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? യു വിൽ എന്നാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ തെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്ന ഏതാണ്? ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതാണ് ബി. ഓക്കെ, അപ്പൊ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. വാട്ട് ടൈം യു വിൽ കം ബാക്ക് ഫ്രം ഓഫീസ് എന്ന് പറഞ്ഞ സെൻറ്റൻസിലെ എറർ വന്നിരിക്കുന്ന ഭാഗം ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഇവിടെ ചോദ്യം തെറ്റ് കണ്ടെത്താനാണ്. അപ്പൊ നമ്മുടെ ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ പുഡിംഗ് യു ഹാവ് പ്രിപ്പയർഡ് ഈസ് ടേസ്റ്റിംഗ് ഡെലീഷ്യസ്. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? ഇത് കാണുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് സംഭവം തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താ? ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ, ഈസ് ടേസ്റ്റിംഗ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടേസ്റ്റ് എന്ന് പറയുന്ന വെർബ് എന്താണ്? സ്റ്റേറ്റീവ് വെർബാണ്. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരും, എന്താണ് സ്റ്റേറ്റീവ് വെർബ് എന്ന്. സ്റ്റേറ്റീവ് വെർബ്സിനെ കുറിച്ച് നമ്മളൊരു ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിൻ്റെ ആ സ്റ്റേറ്റീവ് വെർബ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഉള്ളവർക്ക് അത് കാണാം. അപ്പോൾ ഇനി സ്റ്റേറ്റീവ് വെർബ്സിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അത് മിക്കപ്പോഴും അത് നോർമലി അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കാവും. ഇവിടെ നോക്കുമ്പോൾ ഈസ് ടേസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അങ്ങനെ പറയാൻ പാടില്ല. ഇത് സിമ്പിൾ പ്രസന്റിലേ വരാൻ പാടുള്ളൂ. ഓക്കെ, സിമ്പിൾ പ്രസന്റിലേ വരാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ സിമ്പിൾ പ്രസന്റ് അല്ല ഇത് തന്നിരിക്കുന്നത്. ഏതാ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ തെറ്റ്. അപ്പോൾ ഇവിടെ തെറ്റായ ഭാഗം ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും ഉപയോഗിക്കും. അതും നമ്മുടെ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അത് അങ്ങനെ ഉപയോഗിക്കാവുന്ന ചില സ്റ്റേറ്റീവ് വെർബ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും അത് ഏത് സന്ദർഭത്തിലുമാണ് ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. കാരണം PSC പരീക്ഷയിൽ ഇപ്പോൾ സ്റ്റേറ്റീവ് വെർബ്സുമായി ബന്ധപ്പെട്ടും ഇക്വറ്റീവ് വെർബുമായി ബന്ധപ്പെട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റീവ് വെർബ്സ് എന്ന ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ അതും കൂടെ കാണുക. ഓക്കെ, അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ദ പുഡിംഗ് യു ഹാവ് പ്രിപ്പയർഡ് ഈസ് ടേസ്റ്റിംഗ് ഡെലീഷ്യസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എങ്ങനെ പറയാവൂ? ദ പുഡിംഗ് യു ഹാവ് പ്രിപ്പയർഡ് ടേസ്റ്റ് ഡെലീഷ്യസ് എന്നേ പറയാം. ഇവിടെ ടേസ്റ്റ് എന്നാണ് വേണ്ടത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.